നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നടന്ന LSGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. PSC ഇതുവരെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ വായിച്ചു നോക്കിയതിനകത്ത് നിന്നും പേപ്പർ 1 എന്ന് പറയുന്നത് ഒരുവിധം ഒരു 35 മുതൽ 40 മാർക്ക് വരെ നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു പേപ്പർ നമ്പർ 1. ഇത് പേപ്പർ നമ്പർ 2 ആണ്. പേപ്പർ നമ്പർ 2ന്റെ തുടക്കമൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. ഈ ഒരു പേപ്പർ കിട്ടിയ ആൾക്കാർക്കാണെങ്കിൽ, അതായത് കോഡ് കിട്ടിയ ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമായിട്ട് താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഒരു രക്ഷയുമില്ലാത്ത ചോദ്യമാണ്. താഴോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 20 കഴിയുമ്പോഴത്തേക്ക് ഇതുവരെയൊക്കെ നല്ല രസമായിരുന്നു. ഒരു 20 തൊട്ടിങ്ങോട്ട് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് താഴോട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതാ. ദാദാഭായ് നവറോജിയുടെ ട്രെയിൻ തിയറി അറിയാൻ വയ്യാത്തതായിട്ട് ആരുമില്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് നോക്കുമ്പോൾ ഇതാണോ അതാണോ ഏതാണ് എന്നുള്ളൊരു സംശയത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബംഗാൾ ക്ഷാമം 1949 ഇതൊക്കെ കേട്ടിട്ടുണ്ടതിന് അപ്പുറത്തോട്ട് ആധികാരികമായിട്ട് അറിയാമോ? ഹരിത വിപ്ലവം കാണുന്നവർക്ക് ഈസി ആയിട്ട് തോന്നും. പക്ഷെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിൽ ചോദ്യം ആൻസർ ചെയ്യാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. പിന്നെ പോകെ പിന്നെ പറയേ വേണ്ട, എഴുതിയ ആൾക്കാർക്കെല്ലാം കാര്യം മനസ്സിലായി. പേപ്പർ നമ്പർ 1നെ വെച്ച് നോക്കുവാണെങ്കിൽ പേപ്പർ നമ്പർ 2 കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ പേപ്പർ നമ്പർ 1 മാത്രം നന്നായിട്ട് അറ്റൻഡ് ചെയ്തൊരു 42 മാർക്കൊക്കെ സ്കോർ ചെയ്ത് 46 പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ പേപ്പർ നമ്പർ 1ന്. അപ്പൊ ഒരു 46 സ്കോർ ചെയ്ത ആൾക്കാര് ഇതിനകത്ത് ഒരു 10-25 മാർക്കിനെ നന്നായിട്ട് അറിയാവുന്നത് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർക്കുണ്ട്. അതേസമയം കറക്കി കുത്തി വെച്ച ഒരുപാട് പേര് കാണും. കാരണം വന്നു പോയതല്ലേ എന്ന് വെച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പേപ്പർ നമ്പർ 2 കറക്കി കുത്തി വെച്ച ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റിലത്തെ പേപ്പറിന്റെയും കൂടെ നഷ്ടമാവും. ഓക്കെ, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പേപ്പർ നമ്പർ 1 ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പേപ്പർ നമ്പർ 2 ആണ് നമ്മളിവിടെ ആൻസർ കീ പറയാൻ പോകുന്നത്. ആൻസർ ഞാനങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ. ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു പ്രിലിംസ് ഉണ്ട്. അത് ഡിഗ്രി ലെവലിന്റെ അതേ സിലബസ് തന്നെയാണ്. പിന്നീട് 2 എക്സാം ഇതുപോലെ തന്നെ 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഈ 2 പേപ്പറുകളും നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉറപ്പായിട്ടും വരും. ആ പഠിക്കുന്ന സമയത്ത് ഇതേ മോഡൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ആധികാരികമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആൻസർ കീ നോക്കി അങ്ങ് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 1848 ദത്തബഹാര നയപ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമായിരുന്നു ഓപ്ഷൻ സി സത്താറ. 2, ഇന്ത്യൻ കൗൺസിൽ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 1861 പോർട്ട്ഫോളിയോ സംവിധാനം കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി കാനിങ് പ്രഭു. 3, താഴെ പറയുന്നവയിൽ ഏതാണ് 1862 കൗൺസിലിലേക്ക് ലോർഡ് കാനിങ് നാമനിർദ്ദേശം ചെയ്തത്? ഓപ്ഷൻ സി മൈസൂരിലെ മഹാരാജ ചെയ്യാത്തത്. 4, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഇലക്ടറേറ്റ് ഏർപ്പെടുത്തിയ നിയമം ഏതാണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909, മിന്റോ മോർലി റീഫോം 1909. ഡയാർക്കി സമ്പ്രദായ ഭരണം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി മൊണ്ടേസ്ക്യൂ ചെംസ്ഫോർഡ്. ഇതൊക്കെ വളരെ ഈസിയാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ഒരു 20 ക്വസ്റ്റ്യൻ ആദ്യം കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതിന് താഴോട്ടും എല്ലാം എളുപ്പമാണെന്നുള്ള രീതിയിലാണ് കുട്ടികളെല്ലാം പോകുന്നത്. പിന്നീടാണ് ഒരു കിളി പറക്കുന്നത്. 6, സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടിയെടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബില്ല് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ ഹൗസ് ഓഫ് കോമൺസ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം അർത്ഥശൂന്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. മുതലാളിത്തത്തിലും ഭൗതികവാദത്തിലും അധിഷ്ഠിതമായ ഒരു ലിബറൽ സാമ്പത്തിക വ്യവസ്ഥയെ സ്വാമി വിവേകാനന്ദൻ പിന്തുണച്ചു. സുഭാഷ് ചന്ദ്രബോസ് 1942 റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. നെഹ്റു മതത്തെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന ആശയം പ്രോത്സാഹിപ്പിച്ചു. ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ മാത്രം. താഴെ പറയുന്നവയിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ പദവിയിൽ അംഗം അല്ലാത്തത്? ഈസി ചോദ്യം. ഓപ്ഷൻ ബി വില്യം ബെന്റിക് പ്രഭു, ലോർഡ് പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇത് ഏത് LGS ലെവലിൽ പഠിക്കുന്നവരും ആൻസർ ചെയ്യും. അടുത്ത, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി ചെംസ്ഫോർഡ് പ്രഭു. അടുത്തത് 11, ഗാന്ധി ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് രൂപീകരിച്ചത്? ഓപ്ഷൻ സി 1932. 12, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഐക്യം, വിശ്വാസം, ത്യാഗം. അടുത്ത, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹ. 1935 ഇന്ത്യൻ ഗവൺമെന്റ് ആക്ടിന്റെ ഏത് സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കാത്തത്? ഓപ്ഷൻ സി പ്ലൂറൽ എക്സിക്യൂട്ടീവ്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഫസ്റ്റ് പാർട്ടിൽ കടന്ന ആ ഒരു അതിൽ നിന്നും ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിലെ ഡീറ്റെയിൽഡ് വേർഷനിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഇല്ലയോ? ഡയറക്റ്റ് ആയിട്ടുള്ള വൺ വേർഡ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആൻസർ എഴുതി കാണും. 16 കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു ചൈന. 2011 സെൻസസ് പ്രകാരം പട്ടിക 1 പട്ടിക 2മായി പൊരുത്തപ്പെടുത്തി നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് ഏറ്റവും ഉയർന്ന ജനസംഖ്യാ സാന്ദ്രത, പട്ടികജാതി ജനസംഖ്യയുടെ രണ്ടാമത്തെ ഉയർന്ന പങ്ക് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പൊതുമേഖലാ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ആദ്യമായി വെട്ടിക്കുറച്ച പഞ്ചവത്സര പദ്ധതിയാണ്? ഓപ്ഷൻ സി 9ാമത്തത്. 19 1969 MRTP നിയമത്തിന് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളുന്നു. അടുത്തത് ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 2, 3, 4. 2, 3, 4. ഇന്ത്യയെ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഹോം ചാർജുകൾ നൽകി. ബ്രിട്ടീഷ് വ്യാവസായിക വിപ്ലവത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഉപയോഗിക്കായി ഇംഗ്ലണ്ടിൽ തിരിച്ചയച്ചു. അതായത് ഇന്ത്യയുടെ സമ്പാദ്യം കുറഞ്ഞത് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്നുള്ളതാണ് ഡ്രെയിൻ തിയറി ദാദാഭായ് നവറോജി പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യം കുറഞ്ഞത്, അല്ലെ ഇന്ത്യയുടെ എക്കണോമിക് സ്ഥിതി ഇന്നത്തേന് എങ്ങനെയാണ് അങ്ങനെ ആയത് എന്നുള്ള എക്സ്പ്ലനേഷനുള്ള കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 21 നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി താഴെ പറയുന്നതിൽ ഏതാണ് പരിഗണിക്കാത്തത്? ഓപ്ഷൻ സി ആണ് പഞ്ചവത്സര പദ്ധതികളിൽ സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികൾ നിർദ്ദേശിക്കുക. അത് മാത്രമേ ഉള്ളൂ തെറ്റ്, ബാക്കിയെല്ലാം ശരി. അടുത്ത 1949 ബംഗാൾ ക്ഷാമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം, ഇതിനകത്ത് ഏതാണ് ശരി? ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പലവട്ടം പറഞ്ഞാണ്. ഏതാണ്? 1, 2, 4 ശരി. നെല്ലിന്റെ വിളവ് മുരടിച്ചെങ്കിലും ഗോതമ്പിന്റെ വിളവ് ഗണ്യമായി മെച്ചപ്പെടുത്തി, ശരിയാണ്. അതുപോലെ കീടനാശിനികളുടെ അമിത ഉപയോഗം, അതുപോലെ കാർഷിക മേഖലയിൽ വർദ്ധിച്ച അസമത്വം, ഇത് ഇത്രയും ശരി. അതുപോലെ 3ാമത്തത് തെറ്റ്, HIV വിത്തുകൾ ഭൂഗർഭ ജലത്തിന്റെ ഒപ്റ്റിമൈസ് ഉപയോഗം, അത് തെറ്റാണ്. അടുത്ത ഇന്ത്യയിലെ താഴെ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിഗണിക്കുക. സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ആയുഷ്മാൻ ഭാരത്. ഈ സ്കീമുകളുടെ കാലക്രമം എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. ആദ്യം വന്ന് അങ്ങനെ എഴുതത്തില്ലേ? ഓപ്ഷൻ എ ആണ്. ആദ്യം വന്നത് സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിൻ, അടുത്ത നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിനുശേഷം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഏറ്റവും ലാസ്റ്റ് ഇപ്പം ആയുഷ്മാൻ ഭാരത്. 25 ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗിക പരാജയത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം. ഭൂവുടമസ്ഥതയിൽ വിശ്വസനീയമായ രേഖകളുടെ അഭാവം, അതുപോലെ ബ്ലൂ പ്രിന്റിന്റെ അഭാവം, എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിശ്ചയമില്ലാതിരുന്നതാണ് ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗികമായിട്ടുള്ള ഒരു പരാജയത്തിന്റെ കാരണങ്ങൾ. 26 ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ്. തുടക്കത്തിൽ ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് സപ്ലൈ സൈഡ് ആഘാതങ്ങൾ സൃഷ്ടിച്ചു, ഇതാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരി. ഇതൊന്നും വായിച്ചാൽ മനസ്സിലാവത്തു പോലും ഇല്ല. അടുത്ത 27 ഇന്ത്യൻ രൂപ ഡാഷ് മാറ്റാവുന്നതാണ്. ഇന്ത്യൻ രൂപ ഓപ്ഷൻ സി കറണ്ട് അക്കൗണ്ടിലും മൂലധന അക്കൗണ്ടിലും മാറ്റാവുന്നതാണ്. അടുത്തത് 28 SPI ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ പ്രകാരം സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് താഴെ പറയുന്ന പ്രവണത പിന്തുടരുന്നു. ഓപ്ഷൻ ബി ഗ്രാമീണ മേഖലയിൽ 2018 അപേക്ഷിച്ച് 2012-19 ആയുടെ 22 ഇത് വർദ്ധിച്ചു, എന്നാൽ നഗരമേഖലയിൽ കുറഞ്ഞു. ഇതാണ് ഇവിടെ പ്രവണത ഏത് പിന്തുടരുന്നു എന്നുള്ളതിന്റെ ആൻസർ. 1ഉം 2ഉം ലിസ്റ്റുകൾ പരിഗണിക്കുക, ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട അരവിന്ദ് പനഗിരിക, MS സ്വാമിനാഥൻ, BVR സുബ്രഹ്മണ്യം, വർഗീസ് കുര്യൻ എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയിലെ മരണങ്ങളിലെ രോഗങ്ങളുടെ ഭാരം നിലവിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സാംക്രമിക രോഗങ്ങളുടെ ഭാരം സാംക്രമികമല്ലാത്ത രോഗങ്ങളെക്കാളും കുറവാണ്. പകർച്ച, അതാണ് ചോദ്യം. 31 ലഖ്പതി ദീദി സ്കീമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിനകത്ത് ഏതാണ് തെറ്റെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 മാത്രം തെറ്റ്.
നബാർഡിന്റെ 2021-22 വർഷത്തിലേക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ റൂറൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ പ്രകാരം താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി. 33 താഴെ പറയുന്ന വിവരണം പരിഗണിക്കുക. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസത്തേക്കെങ്കിലും തൊഴിലുറപ്പ് വേതനം നൽകിക്കൊണ്ട് ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി ശ്രമിക്കുന്നു. താഴെത്തട്ടിലുള്ള സമീപനത്തിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. ഇത് ആരെ പറ്റിയിട്ടാണ്? ഇത് സ്കീമിനെ പറ്റിയിട്ടാണ്. ഓപ്ഷൻ സി, MGNREGA. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധി റൂറൽ. അടുത്ത 34, ആ ഒരു തൊഴിലുറപ്പ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും എഴുതി കാണും 100 ദിവസം. അന്ത്യോദയ മിഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാന്റെ, അതായത് PM ജന്മൻ ഭാഗം താഴെ പറഞ്ഞവയിൽ ഏതാണ് ശരി? ഏതാണെന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്, ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി. 36, വികേന്ദ്രീകൃത ആസൂത്രണത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ 1996 ഇന്ത്യൻ സംസ്ഥാനമായ എവിടെയാണ് ആരംഭിച്ചത്? ഓപ്ഷൻ ഡി, കേരളത്തിൽ. ഇന്ത്യൻ ദാരിദ്ര്യരേഖയായി കണക്കാക്കിയത് ആരാണ്? ജീൻ ഡ്രസി. മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് അളക്കുന്നതിനുള്ള സൂചകമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, തൊഴിൽ നില. 39, ഇവയിൽ ഏതാണ് നബാർഡിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. പ്രാഥമിക പ്രവർത്തനമാണ്, പ്രൈമറി ആക്ടിവിറ്റി. താഴെ പറയുന്നത് പരിഗണിച്ചു കഴിഞ്ഞാൽ റീജിയണൽ റൂറൽ ബാങ്ക്, സഹകരണ ബാങ്കുകൾ ഇവിടെ എന്താണെന്ന് ഇപ്പുറത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 41, ബിഗ് പുഷ് തിയറി നിർദ്ദേശിച്ചത്? ഓപ്ഷൻ സി, റോസൻസ്റ്റീൻ റോഡൻ. ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ വരാത്ത ഇനങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി, ബജ്ര. അരി, മണ്ണെണ്ണ, ഗോതമ്പൊക്കെ നമ്മുടെ റേഷൻ കടയിൽ കിട്ടത്തില്ലേ? 43, ഇന്ത്യയിലെ മൈക്രോ ഫിനാൻസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് ഏതാണ് ശരി എന്ന് എഴുതുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 44, PRIAയുടെ ത്രിതല ഘടന ആദ്യമായി അവതരിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്? ഓപ്ഷൻ ബി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 45, DG സക്ഷമിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ. 46, ഗ്രാമസഭയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി, മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. പ്രാഥമിക ഭരണത്തിൽ പൗര പങ്കാളിത്തത്തിന് ഒരു പ്ലാറ്റ്ഫോം നൽകി, ഗ്രാമപഞ്ചായത്തിന്റെ സേവന വിതരണത്തെ ക്രിയാത്മകമായി സ്വാധീനിച്ചു, വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സാമൂഹ്യ ഗ്രൂപ്പുകൾക്കും പങ്കാളിത്തം അസമമാണ്. 47, ജനാധിപത്യപരവും അക്രമരഹിതവുമായ ഒരു ഇന്ത്യയെ വിജയകരമായി വികസിപ്പിക്കുന്നതിൽ ആദ്യം പഴയ പഞ്ചായത്ത് സംവിധാനം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അവിടെ അധികാര പ്രയോഗം അടിത്തറയിൽ നിന്നും ആരംഭിക്കണം. ഓരോ ഗ്രാമവും ഒരു റിപ്പബ്ലിക്കാവും. അതിന് ഒരു ഏകീകൃത ഫെഡറൽ ഇന്ത്യയുടെ ഭാഗമായ പൂർണ്ണ അധികാരങ്ങൾ ഉണ്ടാവും. ഇത് വിഭാവനം ചെയ്തത്? ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധി. ഇതൊക്കെ വായിച്ചു വരണമെങ്കിൽ തന്നെ നല്ല സമയം എടുക്കും, പിന്നെ നല്ല കൺഫ്യൂഷനും ആവും. താഴെ പറയുന്നവ യോജിപ്പിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിന്റെ ആൻസർ മാത്രം പറയാം. 48 ഓപ്ഷൻ എ ആണ്. 49, സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ഇന്ത്യയിൽ ഭരണപരമായ വികേന്ദ്രീകരണം പരിഗണിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ഓപ്ഷൻ സി ആണ്. 1857 കലാപത്തിന് ശേഷം കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടായത്. അടുത്ത ആർട്ടിക്കിൾ 243 പ്രാഥമിക ലക്ഷ്യമായിരുന്നു മുനിസിപ്പാലിറ്റി, അല്ലയോ? മുനിസിപ്പാലിറ്റികളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. 51, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ എ ആണ്. പ്രാദേശിക ഭരണത്തെക്കുറിച്ചുള്ള മികച്ച രീതികൾ പ്രചരിപ്പിക്കുന്നതിനായി രേഖപ്പെടുത്തുക. 52, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 മുനിസിപ്പൽ കോർപ്പറേഷൻ. 53, മുനിസിപ്പാലിറ്റികളുടെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന 12ാം ഷെഡ്യൂൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന ലിസ്റ്റുമായി, സ്റ്റേറ്റ് ലിസ്റ്റ്. 54, ഇത് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ കമ്മീഷനും അവർ കൊണ്ടുവന്ന ശുപാർശയും റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 55, ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഗവൺമെന്റിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. 56, ഏത് തരത്തിലുള്ള വികേന്ദ്രീകരണമാണ് പ്രാദേശിക കൗൺസിലുകൾക്ക് നയവും നിയമ നിർമ്മാണ അധികാരങ്ങളും കൈമാറുന്നത്? ഓപ്ഷൻ എ, രാഷ്ട്രീയ വികേന്ദ്രീകരണം. ഗുപ്ത കാലഘട്ടത്തിൽ പട്ടണങ്ങളുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ഓപ്ഷൻ ബി, കേന്ദ്ര നിർമ്മിത പർപ്പൽ.
താഴെ പറയുന്നവയിൽ ഏതാണ് 74 ഭേദഗതി നിയമത്തിന്റെ വ്യവസ്ഥ അല്ലാത്തത്? ഓപ്ഷൻ ഡി, ഒരു ദേശീയ നഗര നവീകരണ ദൗത്യം സ്ഥാപിക്കൽ. 59 1962 സംസ്ഥാനങ്ങളിൽ ഒന്ന് ഗ്രാമം, ബ്ലോക്ക്, ജില്ലാതലത്തിൽ പഞ്ചായത്തി രാജിന്റെ ത്രിതല വ്യവസ്ഥകൾ നൽകുന്ന ഒരു നിയമം പാസാക്കി. അത് എവിടെയാണ് പാസാക്കിയത് എന്നാണ്. ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. 62 ഇന്ത്യയിലെ വികേന്ദ്രീകരണ പരിഷ്കാരങ്ങളെ കുറിച്ച് താഴെ പറഞ്ഞവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. 3 മാത്രം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പഞ്ചവത്സര പദ്ധതിയും പഞ്ചായത്തി രാജും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവയെല്ലാം ശരി. ഇന്ത്യയിലെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത PURA മോഡൽ സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. 62 ഓപ്ഷൻ ബി, ഇന്ത്യയിലെ ഗ്രാമ നഗര വിഭജനം നികത്തൽ. അടുത്ത റൂർബൻ എന്ന പുതിയ കേരള നാണയം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗ്രാമ നഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒരു ഡിസ്പാരിറ്റി കുറവാണ്. റൂറൽ അർബൻ ഡിസ്പാരിറ്റി കുറവാണെന്നുള്ളതാണ് റൂറലും അർബനും ചേർത്ത് റൂർബൻ എന്ന നാണയം സൂചിപ്പിക്കുന്നത്. 64 വികേന്ദ്രീകരണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ താഴെ പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, 1, 3, 5. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ കണ്ടെത്തലിന്റെ 3 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പൊരുത്തപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി. 67 ജില്ലാ ആസൂത്രണ സമിതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദ്യം. 67 ഓപ്ഷൻ ഡി. 68 മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തീർണത്തിന്റെ ശതമാനത്തിൽ കേരളത്തിലെ മൊത്തം വിളവെടുപ്പ് പ്രദേശം, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി. 69 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ഇതിനകത്ത് ഏതാണ് ശരി അല്ലാത്തത് എന്നാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം തെറ്റാണ്. 70 കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഇതിനകത്ത് ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 71 ആസൂത്രണ പ്രക്രിയയിൽ വർക്കിംഗ് ഗ്രൂപ്പുകളെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും ഒരു ഘടനയുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെയും വ്യത്യസ്ത ജോഡികൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 72 അധികാര വികേന്ദ്രീകരണത്തിന്റെ ആദ്യ ദശകത്തിൽ കേരളത്തിൽ LSGയുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതൊക്കെ ഒരുവിധപ്പെട്ടവരൊക്കെ എഴുതി കാണുമെന്ന് എനിക്ക് സംശയമാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്തു എന്ന് അറിയാനാ. ഓപ്ഷൻ സി 3 മാത്രം. അടുത്തത് 73 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓപ്ഷൻ ഡി, ഗ്രാമീണ നഗര കുടിയേറ്റം കുറയ്ക്കുന്നതിനായിട്ട്. അതായത് ജോലി ഇല്ലാതാവുമ്പോഴാണല്ലോ നഗരങ്ങളിലേക്ക് പോകുന്നതും നഗരവൽക്കരണം ഉണ്ടാവുന്നതും. അത് കുറയ്ക്കാനായിട്ടാണ്. അടുത്തത് നോക്കുക. 74 സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. 74 ഓപ്ഷൻ എ ആണ്. മുകളിലുള്ള പട്ടിക 1 കാണിച്ചിരിക്കുന്ന കാലയളവിലുടനീളം വിദ്യാഭ്യാസത്തിന്റെ മധ്യനിരയിലുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും താഴ്ന്നതും ഉയർന്നതുമായ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾക്ക് ഉയർന്ന തൊഴിലവസരമുണ്ട്. 2018-നും 2021-നും ഇടയിൽ എല്ലാ ഗ്രൂപ്പുകൾക്കും തൊഴിൽ വർദ്ധിച്ചു. എന്നാൽ മിക്കവരും മധ്യനിര വിദ്യാഭ്യാസമുള്ളവരാണ്. ഈ കാലയളവിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയുടെ വീക്ഷണത്തിൽ വർധനവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി. ഇതൊക്കെ ഒന്ന് പരിഗണിക്കാമായിരുന്നു. ആകെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ വായിച്ചു വരണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. 76 60 വർഷത്തിലേറെയായി ജനസംഖ്യ അനുപാതം വർദ്ധിക്കുന്നതും വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ഉയർന്ന ആയുർദൈർഘ്യമുള്ളതുമായ ഒരു വയോജന സമൂഹമാണ് കേരളം. നിലവിൽ കേരളത്തിൽ വയോജന പരിചരണം നൽകുന്ന പ്രബലമായ ക്രമീകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, വൃദ്ധസദനം. 77 വിദ്യാഭ്യാസത്തിലും ജോലിയിലും പട്ടികജാതി വർഗ സംവരണത്തിന് വരുമാന പരിധിയില്ല. സമഗ്രമായ വികസനം കൈവരിക്കുന്നതിന് ഇത് ആവശ്യമാണെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, ജാതി വിവേചനത്തിന്റെ സാമൂഹ്യ സ്വഭാവം. 78 2015 അവസാനിച്ച സഹസ്രാബ്ദ വികസന ലക്ഷ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2030 ടാർഗറ്റ് വർഷമായി കണക്കാക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വികസനത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു. താഴെ പറയുന്നതിൽ അത് അത്രയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഈ സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ
വിശാലമായ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി. ഓപ്ഷൻ എ ഗ്രഹത്തെ സംരക്ഷിക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 2030 ആകുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ യു എൻ പറയുന്നുണ്ട് ഇന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്നുള്ളത്. ആ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇത് പിള്ളേരെ വെറുതെ സമയം കളയാനായിട്ടാണ്. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക, നമ്മുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടുത്തുക, ഇതാണ് ലക്ഷ്യം. 79 താഴെ പറഞ്ഞവയിൽ ഏതാണ് സ്ത്രീ ശാക്തീകരണവുമായി നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത്? 79 ഓപ്ഷൻ ബി ആണ്. 80 വിമൻ ഇൻ ഡെവലപ്മെന്റ് സമീപനം 1970കളെ സ്ത്രീകളുടെ വികസനത്തിന് പിന്തുണ നൽകുന്ന ആഗോളവാദത്തിന്റെയും ഗവേഷണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായിരുന്നു. ഇതിൽ ഏതാണ് WIID സമീപവുമായി ബന്ധപ്പെടുന്നത്? ഇങ്ങനെ അങ്ങ് ചോദിച്ചാലും മതിയായിരുന്നു. ഓപ്ഷൻ ബി ആണ് സ്ത്രീകൾക്ക് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള പരിശീലനം. 81 ഒരു ട്രേഡ് യൂണിയനിൽ അംഗമാകുന്നത് ദാരിദ്ര്യ കുടുംബത്തിലെ തൊഴിലാളികളെ സാമൂഹ്യ മൂലധനം വിപുലീകരിക്കാൻ എങ്ങനെ പ്രാപ്തരാക്കുന്നു? ഓപ്ഷൻ ഡി ആണ് എല്ലാം. പുതിയ ബന്ധം രൂപീകരിക്കുന്നതിലൂടെ, തൊഴിലവകാശങ്ങളെ കുറിച്ച് പഠിക്കുന്നതിലൂടെ, ഉയർന്ന കൂലി, വിലപേശൽ വഴി. 82 വാർഷിക സംസ്ഥാന ബജറ്റിനൊപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു ലിംഗ ബജറ്റ് പ്രസ്താവന നൽകുന്നു. ഏതെങ്കിലും പ്രത്യേക വർഷത്തിലെ ലിംഗ ബജറ്റ് പ്രസ്താവനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഇത് ഇംഗ്ലീഷ് വേർഷൻ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 83 സ്വയം സഹായ സംഘങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഈടില്ലാതെ വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറാകുകയും എന്നാൽ വ്യക്തിഗത സ്ത്രീകൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി. ഇതിൽ സംഘടിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വിവര ആസിമെട്രി പരിഹരിക്കുന്നു. അടുത്തത് വികലാംഗരായ ആളുകൾ PWD ഇന്ത്യയിൽ വളരെ താഴ്ന്ന തൊഴിലവസരങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ 2017-18 പ്രകാരം 15 വയസ്സിൽ മുകളിലുള്ള ഈ ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 23% മാത്രമാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ഒരേ പ്രായത്തിലുള്ള എല്ലാ ജനസംഖ്യയുടെയും തൊഴിലിന്റെ പകുതിയിൽ താഴെയാണിത്. താഴെ പറയുന്നവയിൽ ഏതാണ് PWD താഴ്ന്ന തൊഴിൽ നിലവാരം വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് എയും ബിയും. അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, വിദ്യാഭ്യാസത്തിനുള്ള കുറഞ്ഞ പ്രവേശം. ആർക്ക്? PWD വിഭാഗത്തിൽപ്പെട്ടവർക്ക്. 85 താഴെ പറഞ്ഞവയിൽ ഏതാണ് നീതി ആയോഗിന്റെ സംരംഭങ്ങൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ഈ അമൃത്, മെഥനോൾ സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ജീവിത ശൈലി, ഇത്രയുമാണ് നീതി ആയോഗിന്റെ പുതിയതായിട്ടുണ്ടാകുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഈ സംരംഭങ്ങളൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പഠിക്കാം. 86 ഹരിത കേരളം മിഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഹരിത കേരളം മിഷനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത 87 മുനിസിപ്പാലിറ്റികൾ കൈകാര്യം ചെയ്യേണ്ട 12ാം ഷെഡ്യൂളിലെ 18 ഇനങ്ങളുടെ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 88 കേരള സംസ്ഥാനത്തിലെ ഇ ഗവേണൻസ് സംരംഭങ്ങളെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി ആണ്. 89 താഴെ പറയുന്ന പ്രസ്താവനകളിൽ കൗൺസിലർമാരുടെ സീറ്റ് എണ്ണം ആയിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഇതിനകത്ത് 25 മുനിസിപ്പൽ കൗൺസിലെ ജനസംഖ്യ 20,000-ൽ കവിയരുത്. ഒരു മുനിസിപ്പൽ കൗൺസിലിനായി ആദ്യത്തെ 20,000-ന് 25 പേരും, ആ ഒരു കണക്കാണ് പറയുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. 90 വാർഡ് കമ്മിറ്റിയെ കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അനുമാനത്തിലെത്താനോ ഉള്ള സമയക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒന്നാണ്. ഓപ്ഷൻ എ. 91 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഞാൻ ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ ഡി. 92 ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി. 93 താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടതും ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഇതിനകത്ത് ഏത് പ്രസ്താവനയാണ് ഏറ്റവും അനുയോജ്യമായ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത് ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട്? ഓപ്ഷൻ സി. സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ബന്ധം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഗവേണൻസ്. അതുപോലെ ഈ ഗവേണൻസിന്റെ സർക്കാർ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അത് നമുക്ക് കാണുമ്പോൾ അത് ശരിയായിട്ട് തോന്നും. അതുപോലെ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി നൽകുന്ന ഈ ഗവേണൻസ് പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതൊക്കെ എല്ലാ ഓപ്ഷനും കാണുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും. ഏറ്റവും അനുയോജ്യമായത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആൻസർ കീ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം കേട്ടോ. തൽക്കാലം നമ്മൾ സി ആണ് ഓപ്ഷൻ എടുക്കുന്നത്. 94 വികേന്ദ്രീകൃത ആസൂത്രണം, പുരോഗതി റിപ്പോർട്ടിംഗ്, ജോലി അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിംഗ് ഇവയിൽ മികച്ച സുതാര്യത കൊണ്ടുവന്ന രാജ്യത്തിലുടനീളമുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഈ ഗവേണൻസ് ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് ഡാഷ് വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇ ഗ്രാം
സഹായ്. 95 ഓപ്ഷനുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്ഷൻ ബി. 96 ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ താഴെ പറയുന്ന എല്ലാ ഓപ്ഷനുകളും ഒന്നൊഴികെ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഒന്നൊഴികെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് പേയ്മെന്റ്. 97 ഒരു ഇ ഗവേണൻസ് സംവിധാനം നടപ്പാക്കുന്നതിനായി ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിഗണിക്കുമ്പോൾ ഡാഷ് സമയം, ചെലവ്, സങ്കീർണത, സുതാര്യത, പൗരാനുഭവം എന്നിവ കണക്കിലെടുക്കേണ്ട ഘടകങ്ങളാണ്. ഓപ്ഷൻ എ സേവന നിലവാരം. 98 തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഈ വർഷം ശരാശരി മഴയുടെ അളവ് 20% കുറഞ്ഞാൽ സംസ്ഥാനത്തെ അരി ഉൽപാദനത്തെ അതെങ്ങനെ ബാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹായിക്കുന്ന വിവര സംവിധാനത്തിന്റെ തരമാണ് ഓപ്ഷൻ സി ഡിസിഷണൽ സപ്പോർട്ട് സിസ്റ്റം. 99 ഡാഷ് നിയമങ്ങളുടെ ഒരു ശേഖരത്തിലൂടെ തിരയാനും അനുമാന എഞ്ചിൻ എന്ന് വിളിക്കുന്ന നിഗമനങ്ങൾ രൂപപ്പെടുത്താനുമുള്ള ഒരു തന്ത്രം സ്വീകരിക്കുന്നു. എന്താ? ഓപ്ഷൻ ഡി എക്സ്പോർട്ട് സിസ്റ്റം. എക്സ്പോർട്ട് അല്ല കേട്ടോ, എക്സ്പേർട്ട് സിസ്റ്റം. 100 ഒരു നിർദ്ദിഷ്ട ഇ ഗവേണൻസ് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉപഭോക്താക്കൾ സെർച്ച് എഞ്ചിനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഫോമുകൾ, ഡോക്യുമെന്റുകൾ, ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള ഇമെയിൽ സൗകര്യം എന്നിവ പോലുള്ള ഉപകരണങ്ങൾ നൽകുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ വിവരങ്ങൾ, ഇ ഗവേണൻസ് മെച്യൂരിറ്റി മോഡലിന്റെ നിലവാരമാണ്. അപ്പം ഇത് മലയാളം വേർഷനിൽ നിന്നും ഇംഗ്ലീഷ് വേർഷൻ കുറച്ച് വായിച്ചാൽ നമുക്ക് ഇച്ചിരിയെങ്കിലും സമയം ലാഭിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുതിയ എല്ലാവർക്കും അറിയാം. എഴുതാത്തവരോട് പറയുകയാണെങ്കിൽ നമ്മളിത് കേൾക്കുമ്പം നമുക്ക് കിട്ടുന്ന ഈ ഞാൻ വായിക്കാൻ എടുത്ത ഈ സമയത്തിന്റെ അത്രയും പോലും സമയം അവിടെ ഇരിക്കുന്നവർക്ക് കിട്ടത്തില്ല. ഈ വായിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് മാക്സിമം ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനേ മാക്സിമം പറ്റത്തുള്ളൂ. അപ്പൊ ഇത് വായിക്കാൻ തന്നെ സമയം കുറെ എടുക്കും. പിന്നെ ഓരോ ഓപ്ഷനും കൺഫ്യൂഷനും ഒക്കെ ആയതുകൊണ്ട് ആദ്യത്തെ ഒരു 10-20 ക്വസ്റ്റ്യൻ അല്ലാതെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യമായിരുന്നു പേപ്പർ നമ്പർ 2 അപ്പൊ പേപ്പർ നമ്പർ 1 ഒരുവിധം ഒരു 10, 35, 40 മാർക്ക് അറ്റൻഡ് ചെയ്തവര് പേപ്പർ നമ്പർ 2 ഒരു 20 എണ്ണം അല്ലെ 22 എണ്ണം ഉറപ്പുള്ളത് മാത്രം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ലിസ്റ്റിനകത്ത് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.